ഒരാഴ്ച വരെ വെള്ളം കിട്ടാതെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെയാണ് ഈ CC പ്ലാന്റ്. ഈ CC പ്ലാന്റ് ഒരു ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ഒട്ടും പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ലോ ലൈറ്റ് റൂമിൽ മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. അതുപോലെ CC പ്ലാന്റിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു 10 വർഷമാണ്. സോ നല്ലതുപോലെ കെയർ ചെയ്താൽ 10 വർഷം വരെ ഇത് സൂപ്പർ ആയിട്ടിരിക്കും. ഇതുമല്ല, ഒരു ഒറ്റ ലീഫ് കൊണ്ട് ഒരു പുതിയ പ്ലാന്റിനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പക്ഷേ സമയം എടുക്കുന്നേ ഉള്ളൂ. പ്ലാന്റ് ആണ് ആഫ്രിക്കൻ സ്പിയർ അഥവാ സിലിണ്ടറിക്കൽ സ്നേക്ക് പ്ലാന്റ്. ഇതിന്റെ ഇലകൾ റൗണ്ടും സ്പിയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ചൂടുള്ളതോ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിലെല്ലാം വെള്ളം അധികം ശേഖരിച്ചു വെക്കും. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരാഴ്ച വരെ വെള്ളം ഒഴിക്കാതെ സൂക്ഷിക്കാം. പക്ഷെ അധികം കെയർ ചെയ്താൽ 10 വർഷം വരെ ഈ പ്ലാന്റ് നിൽക്കും. ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ് ലവേഴ്സിന്റെ കയ്യിലുള്ളതാണ് ഈ സ്നേക്ക് പ്ലാന്റ്. കൂടുതൽ ആൾക്കാരും ബെഡ്റൂമിലാണ് വെക്കാറുള്ളത്. കാരണം ഇത് രാത്രിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യും. പോരാത്തതിന് ഡയറക്റ്റ് സൺലൈറ്റും പാടില്ല. അടുത്തത് കണ്ടാൽ വാഴ പോലെ ഇരിക്കുന്ന എങ്കിൽ വാഴയല്ലാത്ത ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് സ്റ്റെർലിസിയ നിക്കോള എന്നാണ്. കൂടുതൽ ഇത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വെക്കാറുള്ളത്. 5 മുതൽ 6 അടി വരെ ഇൻഡോർ പ്ലാന്റ് ആയിട്ടിരിക്കും ഉയരം വരും. പുറത്ത് വെച്ചാൽ ഒരു ചെറിയ മരത്തിന്റെ അത്രയും വരെ ആവും. മാക്സിമം സൺലൈറ്റ് കിട്ടാൻ വേണ്ടി ഇതിന്റെ ലീവ്സ് പതിയെ റൊട്ടേറ്റ് ചെയ്യും. കുറച്ചധികം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് നാളെ കാണാം.